മാംഗല്യം സ്റ്റോറി. കഥ ഇഷ്ടമായെങ്കിൽ ദേവി ഇത് നിങ്ങൾ സപ്പോർട്ട് തരാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ പ്രതീക്ഷിക്കുകയാണ്. ജാൻവിയെയും ജഗനെയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജഗന്റെ ശബ്ദത്തിലെ കാർക്കശ്യം കേട്ട് ജാനി ഒന്ന് വിറച്ചു. കയ്യിലിരുന്ന പാൽ ഗ്ലാസിൽ അവളുടെ വിരലുകൾ മുറുകി. ഒന്നും മിണ്ടാതെ ശിരസ് താഴ്ത്തി അവൾ മുറിയിലേക്ക് പാദങ്ങൾ വെച്ചു. അവൾ അകത്തേക്ക് കയറിയതും ജഗൻ വാതിൽ ശക്തിയായി അടച്ചു. അവളുടെ ഹൃദയമിടിപ്പിന്റെ വേഗത കൂടി. മുറിയിലാകെ മുല്ലപ്പൂവിന്റെയും മറ്റേതോ സുഗന്ധദ്രവ്യത്തിന്റെയും ഗന്ധം നിറഞ്ഞു. കട്ടിലിൽ വിരിച്ച വെള്ള വിരിപ്പിലും തറയിലുമൊക്കെ മുല്ലപ്പൂക്കൾ വിതറിയിട്ടുണ്ട്. പക്ഷെ ആ അന്തരീക്ഷത്തിലെ പ്രണയത്തേക്കാൾ ജാനിയെ ഭയപ്പെടുത്തിയത് ജഗന്റെ സാന്നിധ്യമാണ്. ഒപ്പം ഇന്നലെ നേരത്ത് ജഗനോടൊപ്പം കിടന്നതോർത്തപ്പോ അവളുടെ കാലുകൾ കുഴഞ്ഞു. ഇതിവിടെ വെച്ചേക്ക്, മേശയ്ക്ക് നേരെ വിരൽ ചൂണ്ടി അവൻ പറഞ്ഞു. അവൾ വിറയ്ക്കുന്ന കൈകളോടെ പാൽ ഗ്ലാസ് അവിടെ വെച്ചു. ജഗനെ നോക്കാൻ പോലും അവൾ വല്ലാണ്ട് ഭയന്നു പോയി. കോലം കെട്ടി നിൽക്കാതെ ഇതെല്ലാം പോയി അഴിച്ചു മാറ്റടി. ജഗൻ വീണ്ടും അലറി. ജാനി ഒട്ടൊരു ഭയത്തോടെ ചുറ്റും നോക്കി. അവളുടെ ഡ്രസ്സ് മിഥുവിന്റെ മുറിയിലായിരുന്നു. എന്താടി? എന്റെ ബാഗ് മിഥുവിന്റെ റൂമിലാണെന്ന് ജാനി പതിയെ ചുണ്ടനക്കി. പോയി എടുത്തോണ്ട് വാടി. അവൻ വീണ്ടും ശബ്ദമുയർത്തി. ജാനി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങിയിട്ട് മിഥുവിന്റെ റൂമിലേക്ക് പോയി. മിഥു താഴെ നിന്നും കയറി വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജാനി ബാഗെടുത്ത് വേഗം തിരിച്ചു വന്നു. ജാനി കയറി വന്നതും ജഗനവളെ അടിമുടിയൊന്ന് നോക്കി. എന്നിട്ട് റൂമിന്റെ ഡോറ് അവൻ ലോക്ക് ചെയ്തു. ശേഷം ജാനിയുടെ അടുത്തേക്ക് വന്നു. അവളുടെ കൈത്തണ്ടയെ പിടിച്ചതും ജാനിയുടെ ശരീരത്തിലൊരു വിറയൽ. അവൻ ജാനിയെ കൊണ്ടുപോയി നിർത്തിയത് കണ്ണാടിയുടെ മുൻപിലാണ്. ഇവിടെ നോക്കിടിയെന്നവൻ പറഞ്ഞപ്പോ ജാനി മുഖമുയർത്തി തന്റെ പ്രതിബിംബത്തിലേക്ക് നോക്കിയേ. ആദ്യമായിട്ടാണ് ഇതുപോലെ ആഭരണങ്ങൾ അണിഞ്ഞ് മുല്ലപ്പൂ ചൂടി അവൾ നിൽക്കുന്നത്. കാതിലെ വലിയ ജിമുക്കി കമ്മലും കഴുത്തിലെ മാലയുമൊക്കെ അവൾ വെറുതെ നോക്കി. നെറ്റിയിലെ സിന്ദൂരപ്പൊട്ടും മിഴികളിൽ പടർന്ന കരിമഷിയുമൊക്കെ കണ്ട് അവളുടെ മുഖത്ത് തെല്ല് നേരം കൊണ്ട് മറ്റേതോ ഭാവം മുട്ടിട്ടിരുന്നു. തന്റെ അരികിൽ ജഗനുണ്ടെന്ന് പോലും അവൾ ഒരു നിമിഷത്തേക്ക് മറന്നുപോയി. അവളുടെ അതിരത്തിന്റെ കോണിൽ ഒരു ചിരിവിടർന്നു. താനൊരു വലിയ പെൺകുട്ടിയായിരിക്കുന്നു. സെറ്റ് സാരിക്കും മുല്ലപ്പൂവിനും സിന്ദൂരപ്പൊട്ടിനുമൊക്കെ ഒരു പെണ്ണിനെ ഇത്ര വേഗത്തിൽ കുടുംബിനിയാക്കി മാറ്റാനുള്ള കഴിവുണ്ടല്ലോ എന്ന് അവൾ ഓർത്തുപോയി. ജഗന്റെ വിരൽ സ്പർശം അവളുടെ വയറിന്റെ ഇടതുഭാഗത്തായി പതിഞ്ഞതും ജാനി ഒരു വേള ഒന്നുയർന്നു പൊങ്ങി. പെട്ടെന്നവൾ അവന്റെ കൈത്തണ്ടയിൽ കയറി പിടിച്ചു. എന്താടി ഇത്? ഇങ്ങനെ കോലം കെട്ടാനായിട്ടാണോ നീ വേഷം ചുറ്റി വന്നിരിക്കുന്നത്? ജഗന്റെ ചോദ്യം കേട്ടപ്പോഴാണ് ജാനിയും അത് കാണുന്നത്. നേരിയതിന്റെ തുമ്പ് അല്പം മാറിയാണ് കിടക്കുന്നത്. അതുകൊണ്ട് അവളുടെ വയറിന്റെ പാതിയും പുറത്തേക്ക് കാണാമായിരുന്നു. ജാനി ഒരു നിമിഷം കൊണ്ട് അത് പിടിച്ച് നേരെയാക്കി. അവന്റെ വിരലിന്റെ ചൂട് അവളുടെ വയറിൽ അപ്പോഴും പതിഞ്ഞു കിടപ്പുണ്ട്. ഡ്രസ്സിംഗ് റൂം അവിടെയാണ്, പോയി വേഷം മാറിയിട്ട് വാടി. ജഗൻ ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞതും ജാനിക്കും വാശിയായി. സൗകര്യമില്ല, താൻ എന്തു ചെയ്യും? ഒട്ടൊരു നേരം കൊണ്ട് അവളിലുണ്ടായ മാറ്റം. ജഗൻ അവളെ ദേഷ്യത്തിലൊന്ന് നോക്കി. മുത്തശ്ശി പറഞ്ഞത് ഇന്ന് ഈ വേഷം ഇട്ടുകൊണ്ട് വേണം ഉറങ്ങാൻ കിടക്കാനെന്നാണ്. അതുകൊണ്ട് തൽക്കാലം ഞാനിത് അഴിച്ചുമാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. നീ ഇത് അഴിച്ചുമാറ്റുന്ന കാണണോ? ജഗൻ വെല്ലുവിളിക്കും പോലെ ചോദിച്ചു. അപ്പോഴേക്കും കഴുത്തിലെ ലക്ഷ്മിമാലയും കാതിൽ കിടന്ന കമ്മലും കയ്യിലെ വളകളുമൊക്കെ ഊരി മാറ്റിയിരുന്നു. പാദസരം അഴിച്ചുമാറ്റാൻ വേണ്ടി അവൾ വലത് കാൽപാദം കസേരയുടെ അഗ്രത്തിലേക്ക് വെച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് പാദസരത്തിന്റെ കൊളുത്ത് അകത്തി മാറ്റാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവൾ ആ ഉദ്യമം വേണ്ടെന്ന് വെച്ചു. നിന്നോടാണ് പറഞ്ഞത് ജാനി, കോലം കെട്ടി നിൽക്കാണ്ട് ഇതൊക്കെ മാറ്റാന്. ജഗൻ പിന്നെയും ശബ്ദമുയർത്തി. അതിനു മറുപടിയായി അവനെ ഒന്ന് നോക്കിയിട്ട് അവൾ യാതൊരു കൂസലുമില്ലാണ്ട് ആ കിടക്കയിലേക്ക് കയറി ചെരിഞ്ഞു കിടന്നു. ജഗനും അവന്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. ജാനി, നിങ്ങൾ ഇങ്ങനെ കിടന്ന് അലറി വിളിക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഈ വേഷം അഴിച്ചു മാറ്റാനും പോകുന്നില്ല. ഇങ്ങനെ തന്നെ കിടക്കും. എന്തേലും സംഭവിക്കുമോ നോക്കട്ടെ. അവൾ മുഖം മാത്രം തിരിച്ച് ജഗനെ നോക്കി. അവൻ അടുത്തേക്ക് വന്നതും
തന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ താൻ ഇവിടെ കിടന്ന് ശബ്ദമുണ്ടാക്കി ഇയാളെ നാറ്റിക്കൂന്ന് പറഞ്ഞ് അവൾ ഭീഷണിപ്പെടുത്തി. ചെറുതായി അവനൊന്ന് വിരണ്ടു. കാരണം ഇവൾ എന്തിനും മടിക്കുന്ന ഐറ്റമല്ലെന്ന് അവൻ ഇതിനോടകം മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ജഗൻ തന്റെ ദേഷ്യം കടിച്ചമർത്തി. മുറിയിലെ വെളിച്ചം അണഞ്ഞതും ജാനിയുടെ ഹൃദയം വീണ്ടും മിടിച്ചു. ജഗൻ ബെഡിന്റെ അങ്ങേ തലക്കിൽ വന്ന് കിടന്നതും അതല്പം ഒന്ന് താന്നുപോയി. ജാനി ചുവരിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുകയാണ്. ഇനിയും അവൾക്ക് നീങ്ങിക്കിടക്കുവാൻ അവിടെ സ്പേസ് ഇല്ലതാനും. പെട്ടെന്നായിരുന്നു ജഗൻ വലങ്കൈ കൊണ്ട് അവളുടെ ആലില വയറിൽ ഒന്ന് ചുറ്റി പിണഞ്ഞത്. ഞെട്ടി വിറച്ചുകൊണ്ടവൾ ചാടി എണീക്കാൻ തുടങ്ങിയതും ജഗൻ അവളെ പിടിച്ച് തന്റെ ദേഹത്തേക്ക് കിടത്തി. ഊർന്നിറങ്ങി മാറാൻ അവൾ ആവുന്നത്ര ശ്രമിച്ചു. പക്ഷെ അവന്റെ ബലിഷ്ഠമായ കരങ്ങൾ അവളെ ഇത്തിരി കൂടി അമർത്തിപ്പുണർന്നിരുന്നു. എങ്ങോട്ടാ നീ പായുന്നേ? അടങ്ങിക്കിടക്കടി, ജഗൻ പറയുകയാണ്. എന്നിട്ടും ജാൻവി അത് കേൾക്കാതെ അവന്റെ അരികിൽ നിന്ന് ഊർന്ന് കിടക്കയിലേക്ക് കിടക്കാൻ നോക്കി. എടി, അവൻ അല്പം കൂടി അമർത്തിയപ്പോൾ ജാൻവിയുടെ മൃദുലതകൾ അവന്റെ നെഞ്ചിലേക്ക് പതിഞ്ഞു. ഒരു വേള ഇരുവരുടെയും മിഴികൾ തമ്മിൽ ഒന്ന് കോർത്തു. അരണ്ട നിലാവെളിച്ചത്തിൽ ജാനി അവന്റെ മുഖത്തേക്ക് നോക്കി. അവിടെ പ്രണയഭാവമായിരുന്നില്ല നിഴലിച്ചു നിന്നത്. പകരം ദേഷ്യമോ വാശിയോ പകയോ അങ്ങനെ എന്തോ ഒന്ന്. ജഗനെ വിടുന്നുണ്ടോ? അവളുടെ വാക്കുകൾ തെല്ലിടറി. ഇങ്ങനെ കിടന്നാ മതി, ഇതാ സുഖം. അവൻ പറഞ്ഞതും ജാൻവി അവന്റെ മുഖത്തേക്ക് ദേഷ്യത്തിൽ നോക്കി. മര്യാദയ്ക്ക് വിട്ടില്ലെങ്കിൽ ഞാൻ ജഗനെ കടിക്കും. എങ്കിൽ പിന്നെ നീ കടിക്ക്, എന്നിട്ടാവാൻ ബാക്കി. ജഗനന്റെ സ്വഭാവം ശരിക്കറിഞ്ഞൂടാ. കടിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ കടിച്ചിരിക്കും. അവൾ അവന്റെ നെഞ്ചിലേക്ക് തന്റെ വിരൽ കൊണ്ട് ഒന്ന് അമർത്തി പറഞ്ഞു. കടിക്കടി, നീ എവിടെ കടിക്കുന്നോ അതുപോലെ തന്നെ ഞാനും കടിക്കും. അപ്പോൾ ഈക്വൽ ആയിക്കോളും. അവൻ പറഞ്ഞതും അവൾ നിസ്സഹായായി നിന്നു. തരക്കേടില്ലാത്തവളാണെന്ന് എനിക്ക് ഇന്നലെ തന്നെ മനസ്സിലായതാണ്. ഇന്നീ മുറിയിൽ നയോമിക്ക് പകരം നീ വന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഞാനും നയോമിയും ആഘോഷിക്കാനിരുന്ന ആദ്യ രാത്രി ഇന്നിവിടെ നടക്കട്ടെ. ജഗൻ പറഞ്ഞതും പാവം ജാനിപ്പെണ്ണ് പേടിച്ചു. വേണ്ടാട്ടോ, എന്നോട് മോശമായിട്ട് പെരുമാറിയെങ്കിൽ ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു കൊടുക്കും. ആ, നീ പറഞ്ഞു കൊടുക്ക്. ഇത് കണ്ടോ, ഇതെങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ജഗൻ അറിയാമോ? ജാനി അവളുടെ കഴുത്തിന്റെ താഴേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചു. ഒരു വേള അവന്റെ മിഴികളും അവിടേക്ക് പതിഞ്ഞു. ഒപ്പം തലേ രാത്രിയിലെ ഓർമ്മകളും അവനിലേക്ക് കടന്നു വന്നു. ശരിക്കും അവളോട് താൻ മറ്റേതെങ്കിലും രീതിയിൽ പെരുമാറിയിട്ടുണ്ടോയെന്ന് ജഗൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം അവന്റെ കൈകൾ അയഞ്ഞു വന്നു. ആ തക്കം നോക്കി ജാൻവി ഊർന്നു വന്നിട്ട് ബെഡിലേക്ക് കിടന്നു. ജഗന്റെ കംഫർട്ട് എടുത്ത് അവൾ തലവഴി മൂടി പുതച്ചു. ഒരു നെടുവീർപ്പോടെ ജഗൻ അവളെ നോക്കി. ഇനി എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അവൻ വീണ്ടും വീണ്ടും ഓർത്തു. ഇല്ല, അങ്ങനൊന്നും നടന്നിട്ടില്ല. ഇതിവൾ പേടിപ്പിക്കാൻ വേണ്ടി തന്നോട് ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഇരു കൈകളും നെഞ്ചിനു കുറുകെ പിണച്ചു വെച്ചുകൊണ്ട് അവൻ കിടന്നു. ജഗൻ, ഇയാളെ എനിക്ക് നമ്മുടെ ഫസ്റ്റ് നൈറ്റിൽ തന്നെ അറിയണോട്ടോ. ഐ എം വെരി എക്സൈറ്റഡ് ആൻഡ് ത്രില്ലിംഗ്. 2 ദിവസം മുമ്പ് നയോമി അയച്ച മെസ്സേജ്. വെറുതെ അവനൊന്ന് ഓർത്തുപോയി. അവൾ തന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. തന്റെ ഭാര്യയാവാൻ കൊതിച്ചിരുന്നു. വല്ലാണ്ട് മോഹിച്ചിരുന്നു. മനസ്സുകൊണ്ട് അവളോട് അത്രയ്ക്ക് താല്പര്യമില്ലായിരുന്നെങ്കിൽ പോലും അവളുടെ സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും മുമ്പിൽ അവനും അടിയറവ് വെക്കുകയായിരുന്നു. കരഞ്ഞുകൊണ്ട് ഇന്ന് ഈ വീട്ടിൽ നിന്നും മണവാട്ടിയായി ഇറങ്ങിപ്പോയ നയോമിയെ ഓർത്തപ്പോൾ സത്യത്തിൽ ജഗനും വല്ലാത്തൊരു സങ്കടം തോന്നി. എല്ലാത്തിനും കാരണം ജാൻവിയാണെന്ന് അവന്റെ ഹൃദയം മന്ത്രിച്ചു. വെറുതെ അവനൊന്ന് മുഖം ചിരിച്ചു നോക്കിയപ്പോ ജാൻവി ഉറക്കം പിടിച്ചിരുന്നു. അന്നാ രാത്രിയിൽ ജഗന് പക്ഷെ ഉറക്കം വന്നില്ല. കോവിലകത്തെ എല്ലാവരും നയോമിയുടെയും വിശ്വനാഥന്റെയും മുമ്പിൽ തല കുമ്പിട്ട് നിന്നതോർത്തപ്പോൾ അവന് ജാൻവിയോടുള്ള ദേഷ്യം വർദ്ധിച്ചു. ഇവൾ ഒറ്റയൊരുത്തി കാരണമാണ് തന്റെ ജീവിതം ഇന്ന് കീഴ്മേൽ മറിഞ്ഞത്. അപ്പോഴാണ് അവന്റെ മനസ്സിൽ മറ്റൊരു കാര്യം കൂടി കടന്നു വന്നത്. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട പയ്യൻ അവനോട് പ്രണയമുണ്ടെന്ന് മിഥു പറഞ്ഞത്. ശരിക്കും വൈഫുമായിട്ടുള്ള വിവാഹബന്ധം വേണ്ടെന്ന് വെക്കാൻ വേണ്ടിയും ആ പയ്യന്റെ കൂടെ പോകാൻ വേണ്ടിയുമാണ് ഇവൾ കളിച്ച നാടകമാണിതെല്ലാമെന്ന് അവനോർത്തു. വൈഫുവിൽ നിന്ന് ഇവൾ രക്ഷപ്പെട്ടത് നന്നായി. അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ ജീവിതം തീർന്നേനെ. അത്രയ്ക്ക് മൂന്നാംകിട ഒരു ഫ്രോഡാണവൻ.
അവൾക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ടെന്നും ജഗനോടൊപ്പം ഇവിടെ താമസിക്കാൻ കഴിയില്ലെന്നും മിഥുവിനോട് ജാനി പറഞ്ഞതും ജഗൻ ഓർത്തു. എന്തായാലും ശരി, ജാൻവിയോടൊന്ന് തുറന്ന് സംസാരിക്കണമെന്ന് ജഗൻ തീരുമാനിച്ചു. രാവിലെ 6 മണിയായപ്പോൾ ജഗൻ എണീറ്റു. തന്റെ വലം കൈയിൽ വല്ലാത്തൊരു ഭാരം പോലെ അവന് തോന്നി. ജഗൻ നോക്കിയപ്പോ ചുവരിലേക്ക് ചേർന്ന് കിടന്നവൾ. കാലത്ത് എണീറ്റപ്പോ അവന്റെ കൈത്തണ്ടയിൽ മുഖം ചേർത്ത് സുഖമായി കിടന്നുറങ്ങുന്നുണ്ട്. നേരിയതിന്റെ തുമ്പ് ചുരുണ്ടുകൂടി ബെഡിന്റെ കോണിൽ കിടപ്പുണ്ട്. അവൾ പുതച്ചിരുന്ന കംഫർട്ടും കാൽപാദത്തിന്റെ കീഴെ കിടക്കുന്നു. കസവ് സെറ്റ് ഉടുത്തിരിക്കുന്നത് ഭാഗ്യത്തിന് അഴിഞ്ഞു പോയിട്ടില്ല. ബ്ലൗസ് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുവാണ് പെണ്ണ്. ഒരു വേള അവന്റെ മിഴികൾ അനുസരണക്കേട് കാട്ടിയതും സ്വയം ശാസിച്ചുകൊണ്ട് ജഗൻ എഴുന്നേറ്റു. അവളെ പുതുപ്പിച്ച് കിടത്താനൊന്നും അവൻ മെനക്കെട്ടില്ല. നേരെ വാഷ്റൂമിലേക്ക് പോയി പല്ല് തേച്ച് കുളിച്ചു ഫ്രഷായി. ഒരു കാവിമുണ്ടും ചുറ്റി അവൻ റൂമിലേക്ക് വന്നു. നനഞ്ഞ ടവല് ദേഹത്തൂടെ പൊതിച്ചിട്ടുണ്ട്. അലമാരയിലെ കണ്ണാടി നോക്കി അവൻ തന്റെ മുടിയൊന്ന് മാടി വെച്ചു. അപ്പോഴാണ് നമ്മുടെ ജാൻവി പെണ്ണ് കണ്ണു തുറന്നത്. പതിവ് പോലെ അവൾ കണ്ണടച്ചു പിടിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു. എന്നിട്ട് ഇരുകൈകളും മേൽപോട്ടുയർത്തി ഒന്ന് വലിച്ചു കുടഞ്ഞു. കൈ ഉയർത്തിയതിന്റെ ബലമായി അവളുടെ ശരീരവും ഒന്ന് മുന്നോട്ട് ആഞ്ഞു പോയിരുന്നു. ഞെളിഞ്ഞു കുത്തിക്കൊണ്ട് പെണ്ണവൾ കണ്ണു തുറന്നു നോക്കിയതും അരികിൽ നിൽക്കുന്ന ജഗന്റെ മുഖത്തേക്കായിരുന്നു. അറിയാതെ അവൾ മുഖം താഴ്ത്തി. അപ്പോഴാണ് തന്റെ മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന അവൻ അണിയിച്ച താലി അവളുടെ മിഴികളിൽ ഉടക്കിയത്. ഒരു നിമിഷം വേണ്ടി വന്നവൾക്ക് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സത്യം മനസ്സിലാക്കാൻ. തന്റെ നേരിയത് മാറിലില്ലെന്നറിഞ്ഞതും ജാനിയുടെ ശ്വാസം നിന്നു പോയിരുന്നു. അയ്യേന്ന് പറഞ്ഞുകൊണ്ട് അവൾ പുതപ്പെടുത്ത് തന്റെ മാറിലേക്ക് കൂട്ടിപ്പിടിച്ചു. എന്നിട്ടും മെല്ലെ പാതി മിഴികളൊന്നുയർത്തി അരികിൽ നിൽക്കുന്ന ജഗനെ നോക്കി. അവളെ സാകൂതം നിരീക്ഷിച്ചുകൊണ്ട് ജഗൻ അപ്പോഴും അരികിൽ തന്നെ ഉണ്ടായിരുന്നു. തുടരും. എങ്ങനെയുണ്ട് പിള്ളേരെ? ഇനി ഇങ്ങനെ പോട്ടല്ലേ?